യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര വീണ്ടും ഒരു ചരിത്ര സംഭവമായി മാറും. അതിന്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ജാഥ കടന്നു പോകാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രചരണങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ ഇത് ആരംഭം കുറിച്ച മണിപ്പൂരിലെല്ലാം നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് അനുമതി പോലും കൊടുക്കാതെ ഈ ജാഥയെ തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങളാണ് മണിപ്പൂരിലും ആസാമിലും എല്ലാമുള്ള BJP ഗവൺമെന്റുകൾ ചെയ്യുന്നത്. അതിനെയെല്ലാം അവരുടെ തടസ്സങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ MLA ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത്? എന്ത് ന്യായമാണ്? എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത്? അതുപോലെ തന്നെയല്ലേ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത്. ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ്, അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലുടനീളം നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക്, ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല, പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും, പോലീസിനെ കൊണ്ട് വ്യാപകമായി കേസുകൾ എടുപ്പിക്കും, ജാമ്യമില്ലാത്ത കേസിലേക്ക്. ഇന്നലെയൊക്കെ കാണിച്ചത് എന്താ? 41A നോട്ടീസ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് 41A നോട്ടീസ് കൊടുക്കേണ്ടത്. എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ 41A നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് 41A നോട്ടീസ് കൊടുക്കുന്നത്. മുഴുവൻ നിയമം ലംഘിക്കുകയാണ്. അതുപോലെ സെക്ഷൻ 333 എടുത്ത്, സെക്ഷൻ 333 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടുകൂടി ആയുധം ഉപയോഗിച്ച് ചെയ്തെന്നാണ്. 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തെന്നൊരു കേസ് പോലീസിനുണ്ടോ? വ്യക്തിപരമായി അതേ ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ? എന്നിട്ട് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ്. ഷൂവറിൽ നിന്നും പറഞ്ഞ് എറണാകുളത്ത് വധശ്രമത്തിന് കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ, വഷളായി പോയതാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നിയമവിരുദ്ധമായിട്ട്. എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും CPM-നെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണിത്? എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ്! ആർക്കും അസുഖം വരാൻ പാടില്ലേ? പോലീസ് മർദ്ദനത്തിലാണ്
അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളെ പ്രധാനപ്പെട്ടവരെല്ലാം, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി. ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് 15-ാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ. ജയിലിൽ പോണതിന്റെ പേടിയല്ല, പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ആള് സ്റ്റേബിൾ ആണെന്നല്ലാതെ പിന്നെ എന്തായിരുന്നു ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്? ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റില് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? സ്റ്റേബിൾ ആവുമ്പോഴല്ലേ. എന്നിട്ട് വിശ്രമം നിർദ്ദേശിക്കില്ലേ ആൾക്ക്, അല്ലേ? ഇയാളിപ്പോഴും കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമോ? എന്തൊക്കെയാ പറയുന്നത്? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞത്. അല്ല, അത് ചെയ്തത് കോടതി, അതായത് ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റല്ലേ ഹാജരാക്കിയത്. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിന്റെ കോടതി നടത്തിയ പരിശോധന എന്താ? BP നോക്കാൻ വേണ്ടിയിട്ട്. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ആയിരുന്ന ആൾ രോഗമുണ്ടാകുന്നറിയാൻ BP നോക്കിയാണ്. BP നോക്കിയപ്പോ യഥാർത്ഥ BP 160 ആയപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ RMOയെ സ്വാധീനിച്ച്, ജനറൽ ആശുപത്രിയിൽ RMO ഇവരെല്ലാവരും കൂട്ടിക്കാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 BP. എന്നിട്ട് നോർമലായി എഴുതി RMO. സ്വാധീനിച്ചിട്ട് എഴുതിയതാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്. അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി കന്റോൺമെന്റ് SHOയെ കൊണ്ടുള്ള അഭ്യാസം വേറെ, RMOയെ വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വ്യാജം. RMOയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊടുത്തത് യഥാർത്ഥ BP പോലും കാണിക്കാണ്. അതാണല്ലോ, പിന്നല്ലാതെ ഇല്ല. പിന്നെ ആശുപത്രിയിലെ RMOക്ക് എന്താ കാര്യം? അവിടെ പരിശോധിക്കുന്ന ഡോക്ടറല്ലേ BP എത്രയെന്ന് രേഖപ്പെടുത്തി അയക്കേണ്ടത്. എന്നിട്ട് നോർമൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അതെ, ഞാൻ ഇന്നലെ SHOയെ പറ്റി പറഞ്ഞില്ലേ. SHO, RMO ഇവരെല്ലാം അധികാരം ദുരുപയോഗിക്കുകയാണ്. ഒരു സമരം ചെയ്തതിനാണ് ഈ കാണിക്കുന്നത്. എത്രയോ സമരം ചെയ്ത ആളുകളാണ് ഇവർ കേരളത്തിൽ. എത്രയോ അക്രമ സമരങ്ങൾ നടത്തിയ ആളുകളാണ്. ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്ന 4 പേരെ കത്തിച്ചളഞ്ഞ ആളാണ് ഇവര്. ട്രാൻസ്പോർട്ട് ബസ്സിലുണ്ടായിരുന്ന 4 പേരെ ബസ്സിന് തീ കൊളുത്തി ട്രാൻസ്പോർട്ട് സമരത്തിൽ കത്തിച്ചളഞ്ഞ ആളാണ് ഇവർ. അവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത്. ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല. നിയമവിരുദ്ധമായി നടപടിയെടുത്ത എല്ലാവരുടെയും പുറകെയാണ് അതുണ്ടാവും. നിയമപരമായ നടപടികളുമായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക. കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പോലെ ഒരാളത് സംസാരിച്ചത്? ആ സ്ഥാനത്തിനെയാണ്, ഇതിന്റെ വിലയാണ് കുറച്ച് കളഞ്ഞത്. അത് ഇരിക്കുന്ന സ്ഥാനത്തിനൊരു മഹത്വം ഉണ്ടല്ലോ. CPM പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ. ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വമാണ് ഇതുപോലെ മൂന്നാം കിട വർത്തമാനം പറഞ്ഞ് നശിപ്പിച്ച അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ അതല്ല. ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കായിരുന്നിട്ടാണ്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പുറവും ഇപ്പുറവും നടക്കുകയാണ്. അകത്തു പോകേണ്ട ആളുകളാണ് മുഖ്യമന്ത്രി ഇടത്തും വലത്തും ഭാഗത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുപോലെ പോലീസ് ജീപ്പ് തല്ലി തകർത്തു DYFI നേതാവ് ചാലക്കുടിയിൽ. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയ ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറിയെ നടപടിയെടുത്തില്ല.
SFI സംസ്ഥാന സെക്രട്ടറി ബമ്പറിൽ കയറി നിന്നിട്ട് ഇതിന്റെ മോളിൽ കയറി നിന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകടാന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥർ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി. അവനെ ഞാൻ ലാളിച്ച് മോനെ കുട്ടാന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത്, പാൽക്കുപ്പിയും കൊടുത്ത്. ഇതാണ് സമീപനം. മറ്റേ ആദിശങ്കരാചാര്യരുടെ പിന്മുറക്കാരായിട്ടുള്ള അദ്ദേഹം സ്ഥാപിച്ച 4 മഠങ്ങളിലെ മഠാധിപതികളായ 4 ശങ്കരാചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത് BJP ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് ഗവൺമെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ജനങ്ങൾക്കും ഹിന്ദു സമൂഹത്തിന് അത് ബോധ്യം വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലല്ലോ പ്രശ്നം. ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് പോവാം, ക്ഷേത്രത്തിൽ ഏത് വിശ്വാസികൾക്കും പോവാം. പക്ഷെ ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ആണ് അല്ല, ഞങ്ങൾക്കൊരു അസൗകര്യം, അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അസൗകര്യം ഞങ്ങൾ സ്പീക്കറെയും പാർലമെന്ററി കാര്യ മന്ത്രിയും സംസാരിച്ചിട്ടുണ്ട്. അവരത് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള പോലീസിനെ ഉപയോഗിച്ചുള്ള ഭരണകൂട ഭീകരത നടപ്പാക്കുന്നു പിണറായി എന്നതടക്കമുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. എത്ര ശക്തമായി അടിച്ചമർത്താൻ നോക്കിയാലും തിരിച്ചടിക്കുക തന്നെ ചെയ്യും. തുടർ പ്രക്ഷോഭ പരിപാടികളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.